2 പ്രാവശ്യം ജീവൻ രക്ഷപ്പെട്ട് രാമനെ ഭയന്ന് രാമനെ ഭജിച്ച് രാക്ഷസ സ്വഭാവമൊക്കെ കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ച് പർണശാലയുണ്ടാക്കി അതിലൊരു സന്യാസിയായി ആധ്യാത്മിക ജീവിതമാണ് ശ്രേഷ്ഠമെന്ന് രാമന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിത്വമാണ് മാരീചൻ. ആ മാരീചൻ ഇപ്പൊ രാമന്റെ വലിയ ഭക്തനാ. കിട്ടേണ്ടത് കിട്ടിയാൽ എല്ലാവരും രാമഭക്തന്മാരാകും. ഇനി നോക്കിക്കോളൂ, രാമകാര്യവും രാമചിന്തയും രാമന്റെ നാമവും മുഴുവൻ ഇനി ശ്രവിക്കും. കുറ്റം പറഞ്ഞവനും രാമനാമം ഭജിക്കും, രാമവേഷം കെട്ടും, രാമനാമം ചൊല്ലി നടക്കും. അത് കിട്ടേണ്ടത് കിട്ടിയാൽ മാരീചൻ പോലും രാമഭക്തനാ. ആ മാരീചൻ ഇപ്പൊ രാമന്റെ പേര് കേട്ട വിറയ്ക്കും. അപ്പോഴാ രാവണൻ പറഞ്ഞത്, സീതയെ എനിക്ക് വേണം, അതിന് നീ ഒരു വഴി കണ്ടെത്തും. ആ വഴി കണ്ടെത്താൻ പറയുന്നതിന് മുൻപ് പറഞ്ഞു, ഈ രാമൻ ആരാന്ന് നിനക്ക് അറിയോ രാവണ? ഏതൊരു വ്യക്തിയെക്കുറിച്ച് ഭയന്നാണോ മാരീചൻ ജീവിക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ തന്നെ ഇതുപോലെ ഭയപ്പെടുത്തുന്നത്, രാമൻ എന്നല്ല രാ എന്ന വാക്ക് കേട്ടാൽ വിറച്ചുപോകും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രകാരാതിരാമാനി, രാന്ന് കേട്ടാ എനിക്ക് പേടിയാ. അതുകൊണ്ട് മാരീചന്റെ ആശ്രമത്തിന്റെ മുന്നിൽ തന്നെ ഒരു ബോർഡൊക്കെയുണ്ട്. പ്രൊഹിബിറ്റഡായ 2 അക്ഷരങ്ങളുണ്ട്. രാ എന്നും മാ എന്നുമുള്ള അക്ഷരങ്ങളെ പറയരുത്, കാരണം അത് കേട്ടാ ഭയമാ അദ്ദേഹത്തിന്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ അടുത്താ പറഞ്ഞത്, രാമൻ എന്നാണ് പേര്, രാമനോ എന്ന് ചോദിച്ചിട്ട് പറയുക, നിനക്ക് രാമനെ അറിയാഞ്ഞിട്ടാ. രാമൻ ആരാന്നറിയോ നിനക്ക്? രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാടാ. രാമൻ ധർമ്മമൂർത്തിയ. ധർമ്മത്തിനൊരു മനുഷ്യരൂപമുണ്ടെങ്കിൽ അതാ രാമൻ. ആ രാമൻ സാധു സത്യപരാക്രമ, സത്യപരാക്രമനാണ് രാമൻ. സത്യസന്ധനുമാണ് രാമൻ. പരാക്രമശാലിയാണ് രാമൻ. രാമന് ക്രോധം വന്നാൽ ദേവന്മാർക്ക് പോലും രക്ഷയില്ല രാവണ. നീ കേവലം ലങ്കയിലെ കുറച്ച് അസുരന്മാരെ, രാക്ഷസന്മാരെ ഭയപ്പെടുത്തി രാജാവായതല്ലേ. രാമൻ അങ്ങനെയല്ല. ഈ ലോകം മുഴുവൻ രാമന് ക്രോധം വന്നാൽ, ആ പരാക്രമശാലിയുടെ വീര്യം കണ്ടാൽ ഒരാളും അനങ്ങില്ല. അതുകൊണ്ട് സാധു സത്യപരാക്രമ, സത്യപരാക്രമനാണ് രാമൻ. മാത്രമല്ല, രാജാ സർവസ്യ ലോകസ്യ, സർവലോകത്തിന്റെയും രാജാവാ രാമൻ. നീ കേവലം ലങ്കയുടെ രാജാവ് മാത്രമല്ലേ രാവണ. പക്ഷെ രാമൻ ലങ്കയടക്കമുള്ള ഈ സമസ്ത ലോകത്തിന്റെയും രാജാവാണോ? ആ രാമനോ ദേവാനാം ഇവ വാസവ, വാസവൻ ദേവേന്ദ്രനാ. ദേവന്മാർക്ക് ദേവേന്ദ്രൻ ഏത് പ്രകാരത്തിൽ രാജാവാണോ അതുപോലെ രാമൻ സമസ്ത ലോകത്തിന്റെയും രാജാവാണോ? രാമൻ എന്നാൽ രമിപ്പിക്കുന്നവനാണ്, കൂട്ടിച്ചേർക്കുന്നവനാണ്, സർവരെയും സന്തോഷിപ്പിക്കുന്നവനാണ്, സർവരെയും ഒരുമിപ്പിക്കുന്നവനാണ്. ഭിന്നതകളെല്ലാം മാറ്റി ഒരു സ്ഥിതിയിലേക്ക്, ഒരു ഭാവത്തിൽ വരാൻ സർവരെയും പ്രേരിപ്പിക്കുന്ന ഘടകമാണ് രാമൻ. ആ രാമൻ ദേവാനാം ഇവ വാസവ, ആ വാസവന് തുല്യനാണ് രാമൻ. ലോകത്തിന്റെ മുഴുവൻ രാജാവാണ് രാമൻ എന്ന് പറഞ്ഞത് രാമനല്ല, പറഞ്ഞത് മാരീചനാണ്. ശത്രുക്കളെ കൊണ്ടുപോലും നല്ലത് പറയിപ്പിക്കുന്നവനാ രാമൻ. രാമനെ ഭയന്നിരുന്ന മാരീചൻ രാമന് കൊടുത്ത സർട്ടിഫിക്കറ്റാ. അതുകൊണ്ട് രാമൻ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയല്ല, രാമൻ ധർമ്മമൂർത്തിയാണ്. ധർമ്മം മാത്രമാണ് രാമന് ക്ഷേമം. ധർമ്മത്തിന് വിരുദ്ധമായി അർത്ഥം വന്നാൽ രാമൻ അതിനെ ഉപേക്ഷിക്കും. ഒരു രാത്രി ഇരുട്ടി വെളിച്ചായപ്പോൾ രാമനോട് പറഞ്ഞു, നീ അയോധ്യയുടെ രാജാവല്ല, ഇനി കാട്ടിലാണ് പോകേണ്ടത് 14 വർഷം. നമ്മളാണ് രാമന്റെ സ്ഥാനത്തെങ്കിൽ ഒന്ന് ആലോചിക്കണേ. ഇത്രയും കാലം അമ്മ ഈ ഭാഗം മുഴുവൻ തരാം എന്ന് പറഞ്ഞത് അമ്മയും അച്ഛനും. രാവിലെ എഴുന്നേറ്റപ്പോ പറയാ, ഇതൊന്നും നിനക്കല്ല, ഇതൊക്കെ അനിയനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? സത്യം പറ. രാമനെ കുറ്റം പറയാൻ എളുപ്പ, നമ്മുടെ സ്ഥിതി പറ. 1 സെന്റ് ഭൂമിയൊന്ന് മാറിയാൽ, അരച്ചാൻ അകലത്തിൽ ഭൂമിയൊന്ന് മാറ്റിക്കെട്ടിയാൽ നമ്മൾ ലോകം മുഴുവൻ വിറപ്പിക്കും. ആ രാമൻ നാളെ അയോധ്യയുടെ യുവരാജാവാണ്. രാജാധികാരത്തിന്റെ സിംഹാസനം കിട്ടാൻ പോവാണ്. ആ രാത്രി കഴിഞ്ഞ് നേരം വെളിച്ചായപ്പോ രാമനോട് പറയാ, രാമ നീ കാട്ടിൽ പോണം, നിന്റെ അനിയനാണ് രാജാവ്. സത്യം ധർമ്മം ഇത് രണ്ടിനും എതിരാണ് അർത്ഥമെങ്കിൽ, രാജ്യമെങ്കിൽ,
സിംഹാസനമെങ്കിൽ, സുഖമെങ്കിൽ, സ്വർണമെങ്കിൽ, ധനമെങ്കിൽ രാമന് ഒരു സംശയവുമില്ല, രാമൻ അതിനെ പരിത്യജിക്കും. അതുകൊണ്ട് രാമന് രാജ്യം ഉപേക്ഷിച്ചപ്പോ രാമൻ കരഞ്ഞില്ല. നമ്മളെയൊക്കെ ആണെങ്കിൽ ബോധം എപ്പോ പോയി എന്ന് ചോദിച്ചാൽ മതി, പ്രഷർ എപ്പോ കൂടിയെന്ന് ചോദിച്ചാൽ മതി, ഒരു അറ്റാക്ക് എപ്പോ വന്നു എന്ന് ചോദിച്ചാൽ മതി. 10 രൂപ പോയാൽ 3 ദിവസം ഉറങ്ങാത്തവരാ നമ്മൾ. 10 രൂപ കിട്ടാൻ ആരുടെ വേണമെങ്കിലും കുതികാല് വെട്ടാൻ, അവരെ പരദൂഷണം പറയാൻ ഒരു മടിയുമില്ലാത്തവരാ നമ്മൾ. രാമൻ അതല്ല. അതുകൊണ്ട് രാമനെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. ആ രാമൻ ധർമ്മത്തിന് വിരുദ്ധമായി അർത്ഥവും രാജ്യവും സുഖവും വന്നപ്പോൾ ഉപേക്ഷിച്ചു. പോരാ, കാമം. സത്യവിരുദ്ധവും ധർമ്മവിരുദ്ധമാണ് കാമമെങ്കിൽ അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ആരാന്നറിയോ? സീതയാ. സുകുമാരാംഗി എന്ന് വാൽമീകി പലതവണ സൂചിപ്പിച്ചത് ആരെ കുറിച്ചാണെന്നറിയോ? സീതയെ കുറിച്ച. സുകുമാരകളേപരമായ ശരീരത്തോടു കൂടിയവള. സുകുമാരാംഗി ഓരോ അംഗവും ഓരോ അവയവവും സൗകുമാര്യമുള്ളവളാണ്. മനോഹരമായ ഗാത്രത്തോടു കൂടിയവളാണ്. മാത്രമല്ല, മോഹനാംഗി എന്ന് സീതാദേവിയെ വർണ്ണിക്കുന്നത് വാൽമീകിയാണ്. മോഹനാംഗി എന്ന് പറഞ്ഞ മോഹനമായ അംഗങ്ങളോട് കൂടിയവൾ, ആ ഭുവനൈക സുന്ദരി. ആ ത്രിപുരങ്ങളിലും ഇതുപോലൊരു സുന്ദരീരത്നമില്ല. സൗന്ദര്യം മാത്രമല്ല, സാമർഥ്യം, അറിവ്, ഇത് രണ്ടും കൂടിച്ചേർന്ന വ്യക്തിത്വമാ സീത. വൈദികമായ ജീവിത വീക്ഷണം മുഴുവൻ സീതയുടെ ഉപദേശങ്ങളുണ്ട്. ഹനുമാനോട് സീത പറയുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ത്രീരത്നത്തെ ലഭിക്കുക എന്നത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവണന്റെ അന്തഃപുരത്തിൽ ആയിരക്കണക്കിന് മധുരമായ സ്വരൂപത്തോടുകൂടിയ സ്ത്രീരത്നങ്ങൾ ധാരാളമുണ്ട്. ഇവരെയൊക്കെ രാവണൻ ഉപേക്ഷിച്ചത് സീതയെ കണ്ടപ്പോഴാണ്. സീതയെ കണ്ടതോടുകൂടി രാവണന് മറ്റ് സ്ത്രീകളിലെല്ലാമുള്ള അനുരക്തി, ആസക്തിയൊക്കെ നശിച്ചു. സീത മാത്രം മതി. എന്തുകൊണ്ടാ? സീതയെപ്പോലെ ഇത്രയും വലിയൊരു സുന്ദരി. രാമനെ കുറ്റം പറയുന്നവർ വെറുതെയെങ്കിലും ഒന്ന് ആലോചിക്കുക. ഇത്രയും നല്ലൊരു സുന്ദരീരത്നം, കഴിവുള്ള, ധനാഢ്യയായ, ഇത്രയും കഴിവും വിവേകവുമുള്ള ഈ മോഹനാംഗിയും സുകുമാരാംഗിയും ത്രിപുര സുന്ദരിയും അങ്ങനെയുള്ളൊരു സ്ത്രീരത്നത്തെ ആരെ കൈവിട്ട് കളയുക? കൈവിട്ട് കളയുന്നവൻ ഒന്നു പറ. ഒരാളും കൈവിട്ട് കളയില്ല. പക്ഷെ രാമന് സത്യവിരുദ്ധവും ധർമ്മവിരുദ്ധവുമാണ് കാമമെങ്കിൽ ആ സീതയെ പരിത്യജിക്കാൻ എത്രാമത്തെ വയസ്സിൽ? 39ാമത്തെ വയസ്സിൽ. ഒരു പുരുഷനെ സംബന്ധിച്ച് ഇത്രയും തുടുത്ത യൗവനമുള്ള 39ാം വയസ്സിൽ രാമന് കാമവും പരിത്യജിക്കാൻ ഒരു മടിയുമില്ല. രാമൻ ധർമ്മമൂർത്തിയാണ്, ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയല്ല. അതുകൊണ്ട് രാമനെയും കൃഷ്ണനെയും തുലനം ചെയ്യാനൊന്നും സാധ്യമല്ല. രാമന്റെ വ്യക്തിത്വം വേറെ, കൃഷ്ണന്റെ വ്യക്തിത്വം വേറെ. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പൂർണ്ണ പുരുഷോത്തമനാണ്, രാമൻ ധർമ്മമൂർത്തിയാണ്. ശ്രീകൃഷ്ണൻ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ മുഴുവൻ സാംശീകരിച്ച വ്യക്തിത്വമാണ്. രാമൻ ധർമ്മത്തെ മാത്രം പൂർത്തീകരിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ നമ്മളെ സംബന്ധിച്ച് പൂർണ്ണ പുരുഷോത്തമൻ. നമ്മൾ എന്ത് പഠിക്കണം കൃഷ്ണനിൽ നിന്ന്? ശ്രീകൃഷ്ണനിൽ നിന്ന് ഒന്നാമത് പഠിക്കേണ്ടത് കോടി കോടി പണം ഉണ്ടാക്കാൻ പഠിക്കണം. ശ്രീകൃഷ്ണന്റെ കയ്യിൽ കോടി കോടി പണമുണ്ട്. 2, എല്ലാ സുഖങ്ങളും ഭുജിച്ചവനാ കൃഷ്ണൻ, ആസ്വദിച്ചവനാ കൃഷ്ണൻ. നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്ന കാലത്ത് എന്തൊക്കെ സുഖങ്ങളുണ്ടോ അതൊക്കെ ആസ്വദിച്ച് ജീവിക്കണം. മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ നമുക്കൊക്കെ ദീർഘായുസ് ഉണ്ടാവണമെന്ന്? എന്താ ഈ ദീർഘായുസ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? 100 വയസ്സ് ജീവിക്കണമെന്നോ? 90 വയസ്സ് വരെ ജീവിക്കണമെന്നോ? അതല്ല ദീർഘായുസ് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പിറന്നാൾ ഉണ്ടാകുമ്പോ, ക്ഷേത്രത്തിൽ നമ്മളൊരു പുഷ്പാഞ്ജലി കഴിക്കുമ്പോ ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ കുറേ പ്രായം വരെ ജീവിക്കട്ടെ എന്നല്ല അർത്ഥം. അങ്ങനെ മനസ്സിലാക്കുവരുത്. പിന്നെന്താ ദീർഘായുസ്? എത്ര കാലം നമ്മൾ ജീവിക്കുമോ, ഈ ശരീരം നമ്മളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീരം പോകും ഒരു ദിവസം, എന്നാന്നറിയില്ല. അതുകൊണ്ട് എന്നും മരണത്തെ ഭയന്ന് ഭയന്ന് എന്നും മരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ.
എന്തായാലും പോവും, അത് പൊക്കോളൂല്ലോ. പിന്നെ എന്തിനാ അതിനെപ്പറ്റി ഓർത്ത് വേവലാതിപ്പെട്ട് എന്നും മരിക്കണേ? എന്താ അതിന്റെ ആവശ്യം? വരുമ്പോ വരട്ടെ. ചിലപ്പോ ഇരുന്ന ഇരിപ്പിന് ഇപ്പൊ തീരാം, അത് വരട്ടെന്ന്. അതിന് നമ്മൾ എന്തിനാ ഓരോ ദിവസവും ഭയപ്പെട്ട് ജീവിക്കുന്നേ? ഒരിക്കലും ജീവിക്കരുത്. മറിച്ച് ജീവിക്കുന്ന കാലം, ഈ ശരീരം ജീവനോടെ ഇരിക്കുന്ന കാലം, എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ജീവിക്കലാണ് ദീർഘായുസ്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ദീർഘായുസ് എന്ന് പറഞ്ഞാൽ 100 വയസ്സല്ല. എത്ര കാലം ജീവിക്കുമോ അത്രയും കാലം തനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് ധാർമ്മികമായിരിക്കണം. നേരത്തെ പറഞ്ഞു, ധർമ്മത്തിൽ ചവിട്ടി നിന്ന് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഭുജിച്ച് ആസ്വദിച്ച് ഈ മനുഷ്യായുസ്സിൽ എന്തൊക്കെ വേണോ അതെല്ലാം ആസ്വദിച്ച് ജീവിക്കലാണ് ദീർഘായുസ്, അല്ലാണ്ട് 100 വയസ്സല്ല. അതുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുക, ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം പുലർത്തുക. ഇതാണ് ശ്രീകൃഷ്ണൻ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. മൂന്നാമത്തത്, ശ്രീകൃഷ്ണൻ ജീവിച്ച കാലം നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തരും ജീവിക്കുന്ന കാലവും കാലഘട്ടവുമാണ് നമ്മളെ മാറ്റുന്നത്. പഴയ കാലത്തെ ആളുകൾ പറയും, ഞങ്ങളൊക്കെ അന്ന് അങ്ങനെയായിരുന്നു. പുതിയ തലമുറ ഇന്നത്തെ കാലത്താ, അപ്പൊ ഇങ്ങനെയാവും. അല്ലാതെ അന്നത്തെ കാലം പോലെ തന്നെ ഇന്നത്തെ കുഞ്ഞുങ്ങളും വേണമെന്ന് വെറുതെ നമ്മൾ ശാഠ്യം പിടിക്കരുത്. മുതിർന്നവരോടായി പറയണത്. നമുക്ക് അന്നത്തെ കാലത്ത് നമ്മൾ നടന്നുപോയി, എല്ലാ കുഞ്ഞുങ്ങളും നടക്കണത്ര. അന്നത്തെ കാലത്ത് ഞങ്ങൾ കഞ്ഞിയെ കുടിച്ചത്, ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും കഞ്ഞി കുടിക്കണം. ഇങ്ങനെയൊക്കെ വാശി പിടിക്കാൻ പാടുമോ? ഓരോ കാലത്തിനും കാലഘട്ടത്തിനും സമൂഹത്തിനും ഓരോരോ നിയമങ്ങളാണ്. ശ്രീകൃഷ്ണൻ ജീവിച്ച ദ്വാപര യുഗം നമ്മൾ മനസ്സിലാക്കണം. ആ യുഗം മൊത്തത്തിൽ കുഴപ്പം പിടിച്ച യുഗമാണ്. വിഭ്രാന്തിയുടെ, അനാചാരത്തിന്റെ, തമ്മിൽ തല്ലലിന്റെ, കുതികാലുവെട്ടിന്റെ, അധികാരം പിടിച്ചെടുക്കലിന്റെ, കുറ്റം പറച്ചിലിന്റെ, സാമൂഹ്യ അഴിമതിയുടെ, സ്വേച്ഛാധിപത്യത്തിന്റെ, ഇങ്ങനെ മൊത്തത്തിൽ കൂടി നശിച്ച് നാമാവശേഷമായി മനുഷ്യനെ വഴിതെറ്റിക്കുന്ന കാലമാണ് ദ്വാപരം. ആ യുഗം മനസ്സിലാക്കണം. ആ യുഗവിധാതാവാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ യുഗത്തിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തേണ്ട ആളാ കൃഷ്ണൻ. അങ്ങനെയാവുമ്പോൾ ആ യുഗം പ്രശ്നമാണെങ്കിൽ കൃഷ്ണൻ ജനിക്കുന്ന കുഞ്ഞിനും പ്രശ്നങ്ങൾ ഉണ്ടാവും. ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ, ഇതുവരെ കേട്ട കൃഷ്ണനല്ല ഇനി കേൾക്കാൻ പോകുന്നത്. ഒരു യുഗം മൊത്തം പ്രശ്നമാണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ആ പ്രശ്നം നേരിടും. അന്നത്തെ കാലത്ത് ഇല്ലാത്ത രോഗാതി പീഡകൾ ഇന്ന് ജനിക്കുന്ന കുഞ്ഞിനുണ്ടാവും. കാരണം ഈ കാലത്ത് ജനിക്കുമ്പോ ഈ കാലത്തിൻ്റെതായ സർവ്വതും നമ്മൾ നേരിടും. ശ്രീകൃഷ്ണൻ ജനിച്ച കാലം മൊത്തത്തിൽ ഇതുപോലെ സംഘർഷമുണ്ടായിരുന്ന ഒരാൾ ഈ ലോകത്തുണ്ടോ? നമുക്കൊക്കെ എത്ര സുഖാസത്യത്തിൽ. ശ്രീകൃഷ്ണനെ പോലെ ഇത്രയധികം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും വെല്ലുവിളികളും അനിശ്ചിതത്വവും നേരിട്ട ഒരു വ്യക്തി വേറെയുണ്ടോ? ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരാമോ? ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് ആർക്കെങ്കിലും കൃഷ്ണൻ നേരിട്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നമ്മുടെ കാലിൽ ചെറിയൊരു കുഴിനഖം വന്നാൽ നമ്മൾ വലിയ വിഷമാ. ശ്രീകൃഷ്ണന്റെ ജീവിതം മൊത്തത്തിൽ പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 8ാമനായി ജനിക്കാൻ പോണു എന്ന് കേട്ടപ്പോഴേക്കും അമ്മയും അച്ഛനും ജയിലിൽ. നോക്കണേ, നമ്മളൊക്കെ ജനിച്ചിട്ടല്ലേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജയിലിലാവണത്. ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് പോലും ഇല്ല, 8 കൊല്ലം കഴിഞ്ഞ 8ാമനായിട്ട് ജനിക്കുകയുള്ളൂ. ചുരുങ്ങിയതൊരു 11 വർഷം വേണ്ടേ? അപ്പോഴേക്കും അച്ഛനും അമ്മയും ജയിലില്. നല്ല മോൻ. ഇനി സഹോദരന്മാര്, ഇദ്ദേഹം ജനിക്കാൻ പോണു എന്ന് കേട്ടപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ എല്ലാത്തിനെയും കംസൻ കൊന്നു. ആരുടെ പേരിൽ? കൃഷ്ണന്റെ പേരിൽ. നല്ല സഹോദരനല്ലേ? നമ്മളൊക്കെ ജനിച്ചിട്ടല്ലേ നമ്മുടെ ചേട്ടനും അനിയനും അനിയത്തിക്കൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ളൂ. കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പേ എല്ലാം കലാപുരിയിലേക്ക്, യമലോകത്തിലേക്ക്, യമാലയത്തിലേക്ക് യാത്രയായി. ഇനി പോട്ടെ, കൃഷ്ണൻ ജനിച്ചത് എവിടെയാ? നല്ല മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ 8ാം നിലയിൽ ശീതീകരിച്ച ലേബർ റൂമിലാണോ കൃഷ്ണൻ ജനിച്ചത്? അല്ല, ജയിലില, കാരാഗൃഹത്തില. നമ്മളൊക്കെ ഒരു ദിവസം ജയിലിൽ കിടന്നാൽ മതി, നമ്മുടെ ജീവിതം നിത്യനരകമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നിലത്ത് കൈകൂപ്പിയിരിക്കുന്നവരാ നമ്മൾ. കൃഷ്ണൻ ജനിച്ചത് എവിടെയാ?
ജയിലിലാണ്. ഇനി ജയിലിലായിക്കോട്ടെ, അമ്മയുടെ മടിത്തട്ടിൽ കിടക്കാമല്ലോ. അമ്മ നമ്മളെ പരിചരിക്കാനുണ്ടല്ലോ. ഉണ്ടോ? ഇല്ല. ജനിച്ച അന്ന് തന്നെ അനിഷേധ്യമായ തന്റെ അവകാശമായ മുലപ്പാൽ പോലും കുടിക്കാൻ ഭാഗ്യമില്ലാത്തവൻ, മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യമില്ലാത്തവനാ കൃഷ്ണൻ. ആരുടെ? അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യമില്ലാത്തവൻ. അന്നത്തെ രാത്രി മഹാപേമാരിയുള്ള കാർമേഘങ്ങൾ അലറിക്കരയുന്ന അതിബൃഹത്തായ മഴയുള്ള ആ ദിനം തന്റെ കുഞ്ഞിന് ജലദോഷം പിടിക്കുമെന്ന് പോലും ചിന്തിക്കാതെ ഒരച്ഛൻ ആ കുഞ്ഞിനെയും കൊണ്ട് പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് കുടിയേറിപ്പാർത്ത ആ കാളരാത്രി ഒന്ന് ഓർത്തു നോക്കണം. ആ ശ്രീകൃഷ്ണന് ജനിച്ചു, മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യമില്ല, അമ്മയുടെ മടിത്തട്ടിൽ കിടക്കാൻ ഭാഗ്യമില്ല. അന്നത്തെ രാത്രി, ആ രാത്രിയിൽ അദ്ദേഹം അങ്ങ് മധുരയിൽ നിന്ന് നേരെ പോകുന്നത് ഒരു ചെറിയ ഗോകുലത്തിലേക്ക്, മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്ന് കുഗ്രാമത്തിലേക്ക്, സുഖലോലുപതയുടെ നാട്ടിൽ നിന്ന് അങ്ങേയറ്റം വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും പട്ടിണിയുടെയും അങ്ങനെയുള്ള ആ ഗോകുലത്തിലേക്ക്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനി പോട്ടെ, അവിടെ ചെന്നാൽ ഒരു സുഖം ഉണ്ടാവില്ലേ? ഉണ്ടായോ കൃഷ്ണന്? അന്ന് തുടങ്ങിയതാ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ PhD എടുത്ത പൂതന മുതൽ ഓരോന്ന് പിന്നാലെ പിന്നാലെ, പൂതന, തൃണാവർത്തൻ, ശകടാസുരൻ, ബകാസുരൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയും കൊല്ലുകയും ചെല്ലുന്ന 100,000 പേരായിരുന്നു കൃഷ്ണനെ കൊല്ലാൻ. വല്ല സുഖമുണ്ടോ കൃഷ്ണന്? എന്നെങ്കിലും ഈ പാവം പിടിച്ച കൃഷ്ണൻ ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ? എന്നും വെല്ലുവിളി, എന്നും പ്രശ്നം. ഇനി പോട്ടെ, ആ കാലം കഴിഞ്ഞാലോ എന്തു സുഖം. 13ാമത്തെ വയസ്സിൽ ഈ വൃന്ദാവനത്തിൽ നിന്ന് അക്രൂരൻ വന്ന് മധുരയിലേക്ക് കൊണ്ടുപോയി. എന്തിനാ? കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാ. കംസനും ചാണൂരനും മതയാനകളുടെയും ഏറ്റുമുട്ടി ആ 13ാമത്തെ വയസ്സ് വരെ കൃഷ്ണന്റെ ജീവിതം സംഘർഷം, പ്രശ്നങ്ങൾ, അനിശ്ചിതത്വം, മരണം കൺമുമ്പിൽ കാണുന്ന 13 വയസ്സ്. ഇവിടെ 13 വയസ്സ് വരെ നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ മൊബൈലൊന്ന് താഴെ വീണു പൊട്ടി, ഇതാണ് നമ്മുടെ പ്രശ്നം. മൊബൈലിൽ ചാർജ് നിൽക്കണില്ല. അപ്പോ ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ള ഭക്ഷണമൊന്നും അച്ഛനമ്മയും വാങ്ങി തരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. മരണം കൺമുമ്പിൽ കണ്ട് ജീവിതത്തിൽ അടുത്ത നിമിഷം താൻ മരണപ്പെടുമെന്നുള്ള 13 വയസ്സ് വരെ ജീവിച്ച കൃഷ്ണൻ. എന്നിട്ടോ പഠിക്കാൻ പോയത് എത്രാമത്തെ വയസ്സിലാണെന്നറിയോ? നമ്മളൊക്കെ 3-3.5 വയസ്സിൽ LKG ക്ലാസ്സിൽ പോയിരുന്ന് നമ്മൾ എഴുതി പഠിക്കുമ്പോ ശ്രീകൃഷ്ണൻ പഠിക്കാൻ പോയത് 13ാമത്തെ വയസ്സിൽ. എത്രാമത്തെ വയസ്സിലാ? 13ാമത്തെ വയസ്സിലെ LKG ക്ലാസ്സില് സുധാമാവിനോടൊപ്പം അവിടെ ഗുരുകുലത്തിൽ പോയി താമസിച്ചത്. 13ാമത്തെ വയസ്സിൽ പഠനം. ഇനി വല്ല സുഖമുണ്ടോ? ഒരു സുഖമില്ല. അവിടുന്ന് തന്റെ സമൂഹം, തന്റെ യാദവന്മാർ കുടിച്ചുകൂത്താടി നശിക്കുന്നു, തന്റെ മക്കൾ മരണപ്പെടുന്നു, തന്റെ ബന്ധുക്കളുടെ കിരാതമായ യുദ്ധം, അവസാനം വേടന്റെ അമ്പേറ്റ് മരണം. ഒന്ന് പറ, ഒന്ന് ചിന്തിക്കേ, ശ്രീകൃഷ്ണൻ എവിടെയാ സുഖം അനുഭവിച്ചേ?